ഇത് പുഴയിലത്തെ കക്കയാ, പിന്നെ അറിഞ്ഞ വാരി ഞങ്ങള്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പുഴുങ്ങി. പരിപാടി ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മഴ നല്ല കിടുക്കാച്ചി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വണ്ടി വള്ളത്തിൽ കേറി. നമസ്കാരം എല്ലാവർക്കും. ദ റൂട്ട് 66ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ സൈഡിൽ കൂടെ ഇറങ്ങിക്കോ, ഒരു വള്ളി എപ്പിസോഡായി പോയി. രാവിലെ നല്ല കിടക്കാച്ചി മഴ. ഇതുണ്ടോ, നമ്മൾ അടി കൂടെ വന്നേ, ഈ മേളിൽ കൂടെ പോകാം. ഇത് കണ്ടോ, തേങ്ങയും ശർക്കരയും കൂടെ സെറ്റാക്കി വെച്ചിരിക്കുന്നു. രാവിലെ ഇപ്പം 9:16 സമയം. രാവിലെ നല്ല കിടക്കാച്ചും വേണം. നമ്മുടെ താമസ സ്ഥലം അറിഞ്ഞം പറഞ്ഞു ഇതുവഴി പോക്കോ, താഴെ കൂടെ പോയി കഴിഞ്ഞാൽ വള്ളിയോ മേളിൽ കൂടെ പോകും. വെളി കൂടെ ഇപ്പം ചെളിയും. അച്ചായൻ വണ്ടി ഓടിക്കുന്നെങ്കിലും എനിക്കിവിടെ ഭയങ്കര സീനാണ് കേട്ടോ. ഈ സാധനത്തിൽ ഇന്നെ കുലുങ്ങി ഒരു തുള്ളി സാധനം താഴെ പോയി കഴിഞ്ഞാൽ ഇന്നെ ഇവര് കൊല്ലും. യാതൊരു സംശയം വേണ്ട കേട്ടോ. രാവിലെ അറിഞ്ഞം ചുരണ്ടി എടുത്ത തേങ്ങയും ഒക്കെയാണ്. നമുക്ക് പോവാം, എവിടെയെങ്കിലും ഒരു ഷെൽട്ടർ കിട്ടുകയാണ്. അവിടെ നിന്നിട്ട് നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാൻ പോകും. കഴിഞ്ഞ് നമ്മൾ നാഗാലാൻഡിൽ നിന്ന് പൊട്ടിച്ച വയനയില വെച്ചിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കും. കുമ്പിളപ്പം എന്ന് ചില സ്ഥലങ്ങളിൽ പറയും. അജു, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്നായിരുന്നു? എന്റെ നാട്ടിൽ കുമ്പിളപ്പം എന്ന് പറയും. പക്ഷെ കാസർഗോഡ് സൈഡിൽ ഇതിന് പൂച്ചയപ്പം എന്ന് പറയും. പൂച്ച പുഴുങ്ങി. കോട്ടയം സൈഡിലോട്ട് ചിലർ പൂച്ച പുഴുങ്ങിയെന്ന് പറയും. ആണോ? പൂച്ച പുഴുങ്ങിയെന്ന് പറയും. ഇവിടുന്ന് റൈറ്റ് അല്ലേടാ? ഇവിടുന്ന് റൈറ്റ്. ഉറപ്പാണോ? ഉറപ്പ്. അങ്ങോട്ട് വഴിയില്ല. മഴ കൊണ്ടൊന്നും ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, ആവില്ല. ഇതേ നമ്മൾ പുഴയിൽ, അവിടെയാണ് നമ്മൾ നിന്നിരുന്ന പുഴ. കറങ്ങി നമ്മളിവിടെ വന്നു. ഇത് ഒരു വെയിറ്റിംഗ് ഷെഡാണ്. വെയിറ്റിംഗ് ഷെഡിൽ നമ്മൾ ഇവിടെ സെറ്റാക്കും. ആകെ അലങ്കോലമായിട്ട് കിടന്ന വെയിറ്റിംഗ് ഷെഡിനെ ചായൻ സഫായി ചെയ്തു, വൃത്തിയാക്കി സെറ്റാക്കുന്നുണ്ട്. ഇവിടെ നാട്ടുകാരൻ ചേട്ടനും ചേച്ചിയും ഒക്കെ ഉണ്ട്. പരിപാടി ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. മഴ നല്ല കിടുക്കാച്ചി മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആഹാ, നല്ല തണുപ്പുണ്ട് കേട്ടോ. കിടക്കുന്നു. ചൂലുണ്ടാക്കാൻ പോവാണോ? ഒരു ചേട്ടായുടെ ചോദിച്ചു മേടിച്ച ഓലക്കാല് പറഞ്ഞു കൊടുക്കാവൂ. നമ്മുടെ കുമ്പിള് കുത്താൻ. കുമ്പിളിന്റെ പിന്നാണ് ഈർക്കിലി. ഇല്ല ജയ, നമ്മുടെ രാവിലെ പോയ ചേട്ടായിമാരെല്ലാം പണി നിർത്തി തിരിച്ചു വരുക. പശുക്കളും പോത്തും വരെ മഴയെന്ന് എഴുതി കാണിച്ചപ്പോ തിരിച്ച് വീട്ടിൽ കയറി ഓടി. എമ്മാര് ക്യൂ അല്ലേ, വരിയായിട്ടാണ് പോയത്. അപ്പത്തും തുഴയൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. നിന്റെ ഇല്ലംപുറിഞ്ചി വന്നോടാ. അയ്യോ, ഇല്ലംപുറിഞ്ചി അല്ല, ഇല്ലിബങ്കർ. പക്ഷെ ഇല്ലിബങ്കർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് പേരൊക്കെ ഭയങ്കര ജാടപ്പേരല്ലേ. എന്നാന്നറിയോ, നമ്മുടെ മണലാരകൻ. കണ്ടോ, നമുക്കുള്ള ഈർക്കില് റെഡിയാണ്. ഇനി നമ്മളടുത്ത കുമ്പിള് കുത്താൻ പോവാണ്. നമ്മുടെ നാഗാലാൻഡിൽ നിന്ന് പറിച്ച വയനയിലയും ആസാമിൽ നിന്ന് പറിച്ച ഈർക്കിലിയും ആസാമിന്റെ മാജുളിയിൽ വെച്ച് ഒന്നാവുകയാണ് അല്ലേ? മൈദ എവിടുന്ന് മേടിച്ച? മൈദയല്ലല്ലോ, ഗോതമ്പൊടി. അതെവിടുന്നോ മേടിച്ച. കൊറേ നാളായി. കഴിക്കുന്ന മാത്രമേ ഉള്ളൂ. നീ ചപ്പാത്തി കഴിക്കുന്നൊക്കെ ഓർമ്മയുണ്ടോ നിനക്ക്? അത്രേ അറിഞ്ഞാ മതി, അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ. അങ്ങനെ ആദ്യത്തെ കുമ്പിള് കുക്കറിനകത്തോട്ട് കേറുകയാണ്. ആവി അറഞ്ചം പുറഞ്ഞ് ആവി പോകുന്നുണ്ട്. മഴ ചെറുതായിട്ടൊന്ന് തോർന്നു അല്ലേ ചാ? മഴ ചോരുന്നില്ല, ഇത് ചോരുന്നില്ല, മഴ തോർന്നു. പക്ഷെ തെളിയൊന്നും തോന്നുന്നില്ല. ഇത് സെറ്റാക്കി തിന്നിട്ട് വേണം അടുത്ത പരിപാടി നോക്കാൻ. അച്ഛാ, ലാസ്റ്റ് നമ്മൾ എന്നാ കുളിച്ചത്? നാഗാലാൻഡിൽ കുളിച്ചു? എനിക്കറിയത്തില്ല. ലാസ്റ്റ് നാഗാലാൻഡിൽ ഇറങ്ങുന്നതിന് നമ്മൾ കുളിച്ചേ. അന്ന് കുളിച്ചതല്ലേ? ബർമേന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുളിയൊക്കെ പാസ്സാക്കി ഓർക്കുന്നു. യെസ്. അപ്പം ഒരു കുളിയൊക്കെ കുളിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വിടാം. മാജുലിയിൽ നിന്ന് എങ്ങോട്ടാണ് എന്താണെന്നൊന്നും തീരുമാനമാക്കിയിട്ടില്ല, നോക്കാം നമുക്ക്. കുളി കഴിഞ്ഞിട്ട് മണിക്കൂർ 2 കുളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും രാജേഷിന് ഒരു സാധനം കിട്ടി. എന്തോ കിട്ടിയത് രാജേഷേ? ഒരെണ്ണം കിട്ടി. ഇത് പുഴയിലത്തെ കക്കയാ. പിന്നെ അറിഞ്ഞ വാരി ഞങ്ങള്.
എന്നിട്ട് ചെറുതായിട്ടൊന്ന് പുഴുങ്ങി എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ഡോസ് ആയത്. എന്നിട്ട് വേണം പുഴയിലത്തെ മൊത്തം വാരാനായിട്ട്. ഇവിടെ ഉള്ളവർ കഴിക്കത്തില്ല. എന്നിപ്പം സംഗതി ഒന്ന് സെറ്റ് ആക്കി അത്യാവശ്യം ഒരു പിടിക്കുള്ളത് കിട്ടും. ഇതൊന്ന് ഒലത്തി കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള കിട്ടും. എന്നിട്ട് ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ സാധനത്തിനെ വൃത്തിയാക്കി ചെറുതായിട്ട് ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടൊന്ന് പുഴുങ്ങിയെടുക്കുക കേട്ടോ. എന്നിട്ട് വരട്ടിയെടുക്കണം. സമയം 5 മണി കഴിഞ്ഞു, ഇരുട്ടി തുടങ്ങി. സ്ഥലം എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പം 3-ാമത്തെ ദിവസമാകുന്നു. അങ്ങനെ നമ്മുടെ കക്ക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചോറ് വെക്കുന്നു. നമ്മുടെ കക്ക വള്ളിമാങ്ങ അച്ചാറ് ചോറ്. എനിക്ക് ഇരുന്ന് കഴിക്കും. എങ്ങനെയുണ്ട് സാധനം? ടൈറ്റാണ്, കഴിക്കട്ടെ. ഇത് അടുത്ത ദിവസമാണ്. നമ്മള് രാവിലെ എണ്ണിട്ട് കക്ക വാരണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ വേറെ കുറച്ച് പരിപാടികളുണ്ട്. അത് കാരണം നമ്മൾ ആ സ്ഥലത്ത് നിന്ന് വിട്ടു. ഇപ്പൊ നമ്മൾ നേരെ ഫെറി കയറാൻ പോവാണ്. മാജുലിയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് കടക്കാൻ വേറെയും ഫെറികളുണ്ട്. അപ്പൊ നമ്മൾ അതിലൊരു ഫെറി ഘാട്ടിലേക്കാണ് പോകുന്നത്. ഏതാ ഘാട്ട് ചായ? ഏതാ ഘാട്ടിന്റെ പേരെന്നാ? ആണോ? അപ്പൊ നമുക്ക് പോയി നോക്കാം എന്തായാലും. എവിടെ ചായ? നമ്മളിപ്പം ഹോട്ടലില് അഫലാമു ഘാട്ടില്. ഇത് എവിടെ? അഫലാമു അങ്ങനെ പറഞ്ഞു ചേട്ടൻ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മള് ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ അപ്പുറത്തോട്ട് ബ്രഹ്മപുത്ര കടക്കാൻ പോവാ. അതിനുള്ള പരിപാടിയാണ്. 12:30ക്കാണ്. ഇപ്പൊ സമയം 9:30 ആയിട്ടേ ഉള്ളൂ. 9 മണി ആയിട്ടേ ഉള്ളൂ. 12:30ക്കാണ് നമുക്ക് അപ്പുറത്തോട്ടുള്ള ജങ്കാർ ബോട്ടുള്ളത്. അതുവരെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. ഈ കടയിലത്തെ ചേട്ടന് മലയാളമൊക്കെ അറിയാം. നമ്മള് മിണ്ടിയും പറഞ്ഞു ഇവിടെ ഇരിക്കും. വണ്ടി ക്യൂവിലാണ്. ഓരോ വണ്ടിക്ക് ഓരോ മണിക്കൂർ. 10:30, 11:30, നമ്മൾ 12:30. 3 വണ്ടി കിടക്കുന്നത്. 11:40 ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ. ഇവിടുന്ന് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം അപ്പുറത്ത് നിന്ന് 2.5 മണിക്കൂറോളം ജങ്കാറിലിരിക്കണം. ഇത് 3/4 മണിക്കൂർ ജങ്കാറിൽ ഇരുന്ന് വെച്ചാൽ മതി. അതുകൊണ്ട് അവിടെ 700 ചില്ലുവാനും രൂപ ജങ്കാറിന്. ഇവിടെ 400 സംതിങ്ങേ ഉള്ളൂ. പിന്നെ ആളിനാണെങ്കിൽ അവിടെ 25 രൂപ, 15 രൂപ. ഇവിടെ 10 രൂപയേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഓംലെറ്റും ചോറും കിഴങ്ങ് കറിയും പരിപ്പ് കറിയും. ഇനിയും മീൻകറി പറഞ്ഞിട്ടുണ്ട്. മീൻകറി വരുന്നു. കഴിച്ചു നോക്കിയിട്ട് വേണം ബാക്കി പറയാനായിട്ട്. എങ്ങനെയുണ്ട് ചായ? ടൈറ്റാണോ? സമയമുണ്ട്. പിന്നെ പുറകിൽ കാടുണ്ട്. ജങ്കാർ വരെ 3 മണിക്കൂർ സമയമുണ്ട്. സെറ്റാക്കിയിട്ട് പോവാം നമുക്ക്. പക്ഷെ ജങ്കാറി വെച്ച് തോന്നുവാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മപുത്രയിലൂടെ കിടക്കുന്നേ. ഇത് മീൻകറി എടുത്ത് കഴിക്കും. ടൈറ്റാണോ എന്ന് പറ. അത്ര ടൈറ്റ് പോരാ. അപ്പം ഒരെണ്ണത്തിൽ നിർത്താം. കഴിച്ചു നോക്കി, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ജങ്കാറിനുള്ള ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജങ്കാറ് അവിടെ വള്ളത്തിന്റെ സ്റ്റാൻഡിലല്ലേ ചായ? വള്ളത്തിന്റെ സ്റ്റാൻഡിൽ കിടപ്പുണ്ട്. നമ്മൾ പോയി ബോട്ടിൽ കയറിയിട്ട് നമുക്ക് നിമാതി ഘാട്ട് അപ്പുറത്തേക്ക് പോവാം. ദ്വീപിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പം 11:48 കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി 12:30 ആകുമ്പോഴേ സാധനം എടുക്കത്തുള്ളൂ. ഇനി എത്ര ഒരു 3/4 മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതാ കാണുന്ന ജങ്കാറിലാണ് നമുക്ക് പോകേണ്ടത്. ഇതാ കേട്ടോ നമ്മളുടെ ഫെറി. മറ്റേത് ജങ്കാറ് മതിയായിരുന്നു. ഇത് കരക്കെത്തുവോ ചേട്ടാ? ഇപ്പൊ ഒരു 2 ആഴ്ച മുമ്പ്, 2 ആഴ്ചയല്ല, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ബോട്ട് മുങ്ങിയായിരുന്നു. ബ്രഹ്മപുത്ര ഇങ്ങനെ പരന്ന് കിടക്കുന്നു. നമ്മുടെ വള്ളം അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 450 രൂപയാണ് ഒരു വണ്ടിക്ക്. പിന്നെ ഒരാൾക്ക് 10 രൂപ. അങ്ങനെ 480 രൂപയാണ്. अब नहीं देगा, हम देगा. നമ്മുടെ വണ്ടി വള്ളത്തിൽ കയറി. സെറ്റാണോ? സ്ട്രോബെറിയാ? എന്നാലും നമ്മള് ജങ്കാറിനകത്ത്, വള്ളത്തിനകത്ത് നമ്മുടെ ജങ്കാറ് നീങ്ങി തുടങ്ങി. ഇടയ്ക്ക് ഡോൾഫിനൊക്കെ വന്ന് കർണം മറിഞ്ഞ് ചാടുന്നുണ്ട്. ഇതിനകത്ത് ഡോൾഫിനൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഉണ്ടോടാ? ഇത് അടുത്തൊരു ഫെറി
ജെട്ടിയോട് അടുത്തോണ്ടിരിക്കുന്നു. കാട്ടിലേക്ക് പോവുകയാണ്. അതിന് ഇച്ചിരി സ്പീഡുണ്ടല്ലോ. ഇപ്പൊ ഇച്ചിരി സ്പീഡ് കൂടിയാ ചായ? ആ, നമ്മുടെ അതിന് ഇച്ചിരി സ്പീഡ് കൂടിയ പോലെ തോന്നുന്നു. മാജുലിയോട് വിട പറയുമ്പോഴത്തേക്കിന് മാജുലിയെ പറ്റി നമ്മൾ പറയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാജുലി നേരത്തെ 880 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ പറന്നു കിടക്കുന്ന വലിയൊരു ദ്വീപായിരുന്നു. ബ്രഹ്മപുത്ര കൊണ്ടിട്ട എക്കല് ആണല്ലോ നമ്മുടെ മാജുലി ഉണ്ടാകുന്നത്. പക്ഷെ ബ്രഹ്മപുത്ര തന്നെ പലപ്പോഴും വെള്ളപ്പൊക്കത്തിലൂടെ കുറെ ചുരണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പം 553 സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് മാജുലി ഉള്ളത്. അതാണിപ്പം നമ്മുടെ മാജുലിയുടെ ഒരു അവസ്ഥ. എന്നാലും മൂപ്പര് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ്. നമ്മളങ്ങനെ നിമാതി ഘാട്ടില് എത്തി. നമ്മളങ്ങനെ ജോർഗട്ടില് വന്നു. നമ്മളിവരെ കണ്ടു. ഇവിടെ നമുക്ക് റൂമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുമ്പളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് തിരിച്ചു വരാം. ഇന്ന് കുക്ക് ചെയ്യുന്നൊന്നും കാണിക്കാൻ നിന്നില്ല. കൈ എപ്പിസോഡിൽ കുറേയധികം കുക്കിംഗ് ഉണ്ട്. പിന്നെ അടിപൊളി ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ പച്ച കുരുമുളക് അരച്ച് അച്ചായൻ സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ചിക്കൻ കറിയും ചപ്പാത്തിയും അവിടുന്ന് അറിഞ്ഞം എല്ലാവരും കഴിക്കുന്നു. എങ്ങനെയുണ്ട്? പൊളി. പക്ഷെ നിങ്ങൾ ശരിക്കും കക്ക വറുത്തതും പിന്നെ കുമ്പളപ്പം കിട്ടിയല്ലോ. കക്ക വറുത്തതും മിസ് ചെയ്തു കേട്ടോ. കക്ക വാരാൻ രണ്ടുപേരും പൊളിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേരെ കൂടെ ആവശ്യമുണ്ടായിരുന്നു ശരിക്കും. അതെ. ആ, എന്ത് പണിയാ. ഇനിയും ഇത് കഴിഞ്ഞിട്ട് എന്താ ഒരാഴ്ച പരിപാടി? അറിഞ്ഞം പറഞ്ഞ് ചീട്ട് കളിക്കാൻ പോണം.